നമ്മൾ ഈ സെൻട്രിങ്ങിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടി പോയി എടുത്ത് തീർത്ത് പോകേണ്ട പണികളുണ്ട്, എൻജിനീയേഴ്സിൻ്റെ പണിയുണ്ട്, അതിൻ്റെ പുറമെ സ്ട്രക്ചർ എഞ്ചിനീയർ എന്ന ടീംസും ഉണ്ട്. ഈ ഒരു മേഖലയിൽ ഒരുപാട് പണികൾ പഠിക്കേണ്ടതുണ്ട്. ഇത് നമ്മളെ സാധാ എടുത്തു പോകണമായുള്ള പണിയല്ല, ഇത് സ്ട്രക്ചർ എഞ്ചിനീയേഴ്സുള്ള വർക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സൺസൈഡിൻ്റെ കമ്പിയാണ്. പൊതുവെ നമ്മൾ സൺസൈഡിൻ്റെ കമ്പി ചിലതിന് മാത്രം നമ്മളിങ്ങനെ എല്ലാം അടിക്കുള്ളൂ. ഇത് ശരിക്കും നമ്മൾ സാധാ എല്ലാം അടിക്കുക 1.20 ഉള്ള സൺസൈഡ് നമ്മൾ എല്ലാം അടിക്കൽ. ഇത് കറക്റ്റ് 60 ഉള്ള സൺസൈഡ് നമ്മൾ എല്ലാം അടിച്ചത്. ഇത് സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണിത്. ഏറ്റവും വലിയ നമ്മൾ വർക്കൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യം ചോദിച്ചറിയണം. നമ്മൾ മണ്ടി പോയി ഇങ്ങാട്ടി പണി ഞാൻ എടുത്തോളാം, ഇത്ര ഉറുപ്പ്യ ഞാൻ എടുത്തോളാം, ഒരു കാര്യമില്ല. നമ്മൾ പെടുന്ന 100% ഉറപ്പാണ്. പല കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയണം. ഈ ഒരു സമയം ഇതാ, ഈ ഒരു കമ്പി ഇതാ, ഇത് 1.30 1.15 സൺസൈഡിൻ്റെ നീളം. ഉത്തരപ്പ് കൊടുത്തോളാം. ഇതാ ആ സൺസൈഡ് 1.15. ആ സൺസൈഡ് നമ്മൾ എങ്ങനെ കമ്പി കെട്ടണ അറിയോ? ആ സൺസൈഡിലുള്ള കമ്പി നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ആ സൺസൈഡിലുള്ള കമ്പിയാണ് ഇതാ യു മോഡൽ. ഈ രീതിയിലാണ് ഇത് അടിക്കേണ്ടത്. സാധാരണ ഇതിങ്ങനെ അടിക്കേണ്ട വേറെ ആവശ്യമില്ല. ഈ സ്ലാബ് നമുക്ക് അവിടെ നിന്നാൽ പോരെ, അടി പൊട്ടേ ഒന്നും ചെയ്യില്ല. ഈ രീതിയിൽ അടിച്ചാൽ നമ്മൾ കമ്പി എന്തിനാ 5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കമ്പി കെട്ടേണ്ടത്. ഇത് എല്ലാം ഒടിക്കാണ്ട് നമ്മൾ ചെയ്യാന്ന് എല്ലാം ഇതിനെ വലിപ്പമുള്ളതിന് ഒടിക്കിട്ടോ. ഇത് നമ്മൾ ഈ രീതിയിലാണ് കമ്പി വയ്ക്കുന്നത്. ഇതാണ് നമ്മളെ കമ്പി. ഈ കമ്പി നമ്മൾ ശരിക്കും പൊതുവെ നമ്മൾ അങ്ങനെ എവിടെ ചെയ്യാറില്ല. നമ്മൾ എല്ല് മാത്രം ഒടിക്കല്. ഇത് നമ്മൾ യു ആക്കിയിട്ടാണ്. ഇത് നമ്മൾ എഞ്ചിനീയേഴ്സ് പറഞ്ഞ് ഈ രീതിയിൽ കെട്ടണത്. ഓല് പറഞ്ഞാൽ പിന്നെ ഒരു അപ്പീലില്ല. നമ്മൾ ഓലെ പണിയാണ് നമ്മൾ എടുക്കാൻ വരുന്നത്. അപ്പോൾ ഓലേക്കാൾ മുകളിലാണ് നമ്മൾ നോക്കേണ്ടിയില്ല. ഓക്കെ, നമ്മളതിനുള്ള കറക്റ്റ് പ്ലാനും കാര്യങ്ങളും നമുക്ക് തന്നു ചെയ്താൽ ആണോ. കറക്റ്റ് ഇതിൻ്റെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് കണ്ടോ. കറക്റ്റ് എല്ലാം അടിച്ച് കമ്പി ഇടുക. കമ്പി ഇതിനുള്ള കമ്പി ഓരോ കമ്പികളും ഇതാ സൺസൈഡിലുള്ള കമ്പി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബെൻഡ് അടിച്ച് വന്ന് ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഓല് പറഞ്ഞ രീതിയിൽ തന്നെ എന്താണ് നമ്മൾ പണിയെടുക്കണം. അപ്പോൾ പിന്നെ പ്രശ്നം എന്താണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരുടെ എണ്ണം എപ്പോഴും കൂട്ടി നമ്മൾ പറയാവും. മണ്ടി പോയി പണിയെടുത്ത് നമ്മൾ തീർത്ത് പറയാനില്ല. ആരും പറഞ്ഞില്ല, ഒരു ജഗപക പരിപാടി നടക്കില്ല. കാരണം ഇനി ഇതിനുള്ളിലൊക്കെ പറഞ്ഞാൽ ഈ ബീമിൻ്റെ ഉള്ളിൽ ഇതിട്ടിങ്ങാണ്ട് കമ്പി എക്സ്ട്രാ കമ്പി ഇട്ട് ലോക്ക് കൊടുക്കാം. ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഇത് കമ്പി പകുതി വരെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കഥകൾ. പിന്നെ അതുമാത്രമല്ല, ഇത് വീട് പണിയെടുക്കുക വീടിൻ്റെ ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് ഡബിൾ പൈസയും പോവും. അതാണ് പ്രശ്നം. ഒരു കെട്ട് കമ്പി വരുന്നത് 1.5 കെട്ട് കമ്പി പോവും. ഓക്കെ, എന്താണ് കുണ്ടന്മാരൊക്കെ നിരന്ന് നിൽക്കുക. പാടത്തമ്പത്ത് കൊക്കുത്തിരിക്കണ മതി. ഇതൊക്കെ നിരന്ന് ഒരൊറ്റ ലിൻ്റെല്ലാം മുകളിൽ തിരിഞ്ഞ് കളിക്കുക. ശാശേട്ടാ ഒന്ന് വേഗം നോക്കിയാ ചേട്ടാ, വെറും തിരിഞ്ഞളയല്ലേ. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പണി ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ കറക്റ്റ് കണ്ട ലിൻ്റിലൊക്കെ കറക്റ്റ് റിങ്ങൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. സാധാരണ നമ്മൾ മാർക്ക് ചെയ്യലൊന്നുമില്ല. നമുക്ക് നമ്മളൊരു ഐഡിയകളുണ്ട്. ആ ഐഡിയയിൽ കറക്റ്റായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ഇത് 100% ക്ലിയർ ആയിരിക്കണം. ഇതാണ് ഇതിനുള്ള വിഷയം. കണ്ടോ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ കമ്പി വളച്ച് കൊണ്ടുവരുന്നുണ്ടാവും. 1.15 ഈ 1 മീറ്ററും 15 ഉള്ളതിന് നമ്മൾ കമ്പി ഇത്തോതിൽ സ്ട്രോങ് ആക്കുന്നത്. ഇപ്പം നമ്മളെ കമ്പി കൊണ്ടുവന്നിങ്ങാട്ട് കമ്പി കണ്ട ഫുള്ള് ഇവിടെ കെട്ടിയുണ്ട്. ഒരു ക്രാങ്ക് മാതി വരും കമ്പി. ഈ പകുതി വരെ ഈ കമ്പി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതിന് പകുതി വരെ ഈ കമ്പി സപ്പോർട്ട് ചെയ്യും. അതിന് ശേഷം എന്താണ് ഈ കമ്പി സപ്പോർട്ട് ചെയ്താൽ കണ്ടോ. ഇതൊരു ക്രാങ്ക് മാതിരിയാണ് കമ്പി വരിക. കംപ്ലീറ്റ് ക്രാങ്ക് മാതിരി വരിക. ഭയങ്കര റിസ്ക് ആട്ടെ പണിയൊക്കെ. ഇത് കണ്ട ഇതിനുള്ളിലൂടെ വേറെ കമ്പി ഇട്ട് ബീമിന് കൂട്ടി കമ്പി കെട്ടണം. എക്സ്ട്രാ കമ്പി ഇട്ടിട്ട് ബീമിന് ഇട്ട് കൂട്ടി കെട്ടണം. ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, പക്ഷെ ഇതിനുള്ള ശരിക്കും നമുക്ക് എന്താ പറയുക, പേപ്പറിൽ വരയ്ക്കുമ്പോൾ നല്ല സുഖമാണ്, വിഷയമില്ല. പേപ്പറിൽ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഏത് രീതിയിൽ നമ്മൾ വരയ്ക്കാം. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ഒരുപാട് സമയം ഇതിന് പോയില്ല. ഒരുപാട് അതിനിപ്പോൾ നമ്മളെന്നല്ല ആര് കമ്പി പണിക്കാർ ആര് ചെയ്താലും ഇതിൻ്റെ സ്ഥിതി ഇതാണ്. സ്ഥിതി നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. എവിടെ നമ്മൾ ഏകദേശം ഒരു 1.50 സൺസൈഡൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതാകെ 1.10 ഉള്ളൂ. 1.10 ആവശ്യമില്ല. പണ്ട് മുതലേ 1.10 സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മീറ്ററിൽ യാസ്റ്റ് ആണെങ്കിൽ ക്യാൻലിവർ കൊടുക്കാമെന്നാണ്. ഇവിടെ അതിനകത്തൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഹെവിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. ഇത്രയൊക്കെ ഹെവിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യത്തിനില്ല. ഇത് വിഷയം എന്താ പറയുക, കണ്ടമാനം കമ്പി ഇതിന് പോകും. അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഫുൾ നമ്മൾ എല്ലാം അടിച്ചിട്ടാണ് കമ്പി, കംപ്ലീറ്റ് എല്ലാം അടിച്ചിട്ടാണ് ഫുള്ള്. ഇതാ ഇത് 90 സൺസൈഡ്. ഈ 90 സൺസൈഡ് നമ്മൾ ഓൾറെഡി കമ്പി എന്തോ 6 ഇഞ്ച് ഗ്യാപ്പിലാണ് കിട്ടുക. പിന്നെ ഈ എല്ല് ഇവിടെ അടിച്ചിട്ട് അതേപോലെ തന്നെ അവിടെ ഫുള്ള് സൺസൈഡിന് കംപ്ലീറ്റ് 60 സൺസൈഡ്. ഈ 60 സൺസൈഡിനടുത്ത് കമ്പി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെയും ഫുള്ള് കമ്പി എല്ലാം അടിച്ചിട്ടാണ്.
അപ്പോൾ ഓക്കെ, അൽഹംദുലില്ലാ ഇന്നത്തെ പണിയുടെ കഴിഞ്ഞ്. ഇനി നാളെ ഇതൊന്ന് കോൺക്രീറ്റൊക്കെ വെച്ചിട്ടാൽ മാഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മെല്ലെ വിടാം. ഓക്കെ.